ശ്രുചിയുടെ ഒന്ന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങക്കറിയുമായിട്ടാണ്. ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. രുചികരമായി മാങ്ങക്കറി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നൊരു വലിയ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിരിക്കുകയാണ്. അത് ക്യൂബായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. ഞാനെടുത്തിട്ടുള്ള പുളിയുള്ള മാങ്ങയാണ്. ചെറുതായിട്ട് ചനച്ച മാങ്ങ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കഴുകി അരിഞ്ഞ് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഈ കറി ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൺചട്ടിയിലാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റും ഒക്കെ നമുക്ക് ലഭിക്കുന്ന മൺചട്ടിയിൽ നമ്മൾ കറി വെക്കുമ്പോഴാണ്. ഞാനൊരു ചെറിയ മൺചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് അടുത്ത് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2 വലിയ ടേബിൾ സ്പൂണോളം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവയും കുറച്ച് അതേ അളവിൽ തന്നെ കുറച്ച് കടുകും കൂടെ ചേർത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് ഉലുവയൊക്കെ ഇപ്പോൾ നന്നായിട്ട് പൊട്ടി തുടങ്ങുന്നുണ്ട്. നന്നായിട്ട് പൊട്ടി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഏകദേശം നന്നായിട്ട് പൊട്ടി തീർന്നാൽ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് ചേർക്കേണ്ട കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ നമുക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു പച്ചമുളക് 4ആയിട്ട് കീറിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമ്മൾ എണ്ണയിലേക്ക് ഇടത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നേരത്തെ ഇട്ട ചെറിയ ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ചേർത്ത് എണ്ണയിലിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 2 നുള്ള് കായപ്പൊടിയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അത് മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി മാങ്ങ അതിൽ അരപ്പിൽ കിടന്നുകൊണ്ട് തന്നെ നന്നായിട്ട് തിളച്ച് മാങ്ങ നന്നായിട്ട് വേവിച്ചെടുക്കണം. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ അരപ്പൊക്കെ പറ്റിയതിന് ശേഷം മാത്രമേ നന്നായിട്ട് നമുക്ക് ടേസ്റ്റോടെ നമ്മുടെ മാങ്ങ കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങക്കറിയാണ്. ഇതിപ്പോൾ നമ്മുടെ കറക്റ്റ് പാകമാണ്. മുകളിൽ എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ഒരുപാട് അരപ്പൊന്നുമില്ല. മാങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇതുപോലെയുള്ള പുതിയ പുതിയ വിഭവങ്ങൾക്കായിട്ട് എൻ്റെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.